ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗെറ്റ് എന്ന പദം ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പം യൂസ് ഓഫ് ഗെറ്റ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പാന, ലേന ഇവയൊക്കെ ഗെറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ്. പാന, ലേന എന്ന് വെച്ചാൽ നേടുക, എടുക്കുക. ഇതൊക്കെ ഗെറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ്. പാന നേടുക, ലേന എടുക്കുക. ഗെറ്റ് എന്ന് പറഞ്ഞാൽ നേടുക, എടുക്കുക. നേടുക എന്ന് പറഞ്ഞാൽ പാന, ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക. ഇവ രണ്ടും ഗെറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചുള്ള വാക്കുകൾ, സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം. ഗെറ്റ് ഡൗൺ. ഗെറ്റ് ഡൗൺ. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങൂ, താഴെ ഇറങ്ങൂ. നീച്ചെ ഉത്തരോ, നീച്ചെ ഉത്തരോ. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ഉത്തരോ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അപ്പം താഴെ ഇറങ്ങൂ എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെറ്റ് ഡൗൺ. നീച്ചെ ഉത്തരോ, നീച്ചെ ഉത്തരോ. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, ഉത്തരോ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അപ്പം ഗെറ്റ് ഡൗൺ താഴെ ഇറങ്ങൂ എന്നുള്ളത് നീച്ചെ ഉത്തരോ, നീച്ചെ ഉത്തരോ. ഗെറ്റ് ഡൗൺ നീച്ചെ ഉത്തരോ, താഴെ ഇറങ്ങൂ. ഗെറ്റ് എവേ. ഗെറ്റ് എവേ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത്? ദൂർ ഹോ ജാവോ, ദൂർ ഹോ ജാവോ. അതിന് രക്ഷപ്പെടൂ, ദൂരെ പോകൂ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഗെറ്റ് എവേ എന്ന് പറഞ്ഞാൽ ദൂർ ഹോ ജാവോ. നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടൂ. ഗെറ്റ് എവേ, ദൂർ ഹോ ജാവോ. അല്ലെങ്കിൽ ദൂരേക്ക് പോകൂ, ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകൂ, രക്ഷപ്പെടൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദൂർ ഹോ ജാവോ, ഗെറ്റ് എവേ. അപ്പം ഗെറ്റ് എവേ എന്നുള്ളതിന് ദൂർ ഹോ ജാവോ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. രണ്ട് തരത്തിൽ നമുക്കതിൻ്റെ അർത്ഥങ്ങൾ പറയാം. രക്ഷപ്പെടൂ, ഇവിടെ നിന്ന് രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഓടിപ്പോകൂ, ദൂരേക്ക് പോകൂ. ഇങ്ങനെ രണ്ട് തരത്തിലും നമ്മൾ പറയുന്നത് ഗെറ്റ് അവേ, ദൂർ ഹോ ജാവോ, ദൂർ ഹോ ജാവോ. ഗെറ്റ് ഹിം. ഗെറ്റ് ഹിം എന്ന് പറയുമ്പോൾ അവനെ പിടിക്കൂ എന്നാണ്. ഗെറ്റ് ഹിം, അവനെ പിടിക്കൂ. ഉസേ പക്കടോ, ഉസേ അവനെ, പക്കടോ പിടിക്കൂ, ഉസേ പക്കടോ. അപ്പം ഗെറ്റ് എന്നുള്ളതിന് നമ്മൾ ഇപ്പം തന്നെ ഗെറ്റ് എവേ എന്നായപ്പോൾ ദൂർ ഹോ ജാവോ എന്നായി. ഗെറ്റ് ഡൗൺ എന്നായപ്പോൾ നീച്ചെ ഉത്തരോ എന്നായി. ഗെറ്റ് ഹിം എന്നായപ്പോഴോ ഉസേ പക്കടോ എന്നായി. അപ്പം അർത്ഥങ്ങൾ മാറി, സെൻറ്റൻസുകൾക്കനുസരിച്ച് അർത്ഥങ്ങൾ മാറുന്നത് കണ്ട. അപ്പം നമ്മൾ ഗെറ്റ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. പല സ്ഥലത്ത് പല അർത്ഥങ്ങളാണ് വരുന്നത്. ഉസേ പക്കടോ, ഗെറ്റ് ഹിം. ഇപ്പോൾ ഒരു കള്ളനെ പിടിക്കാൻ പോലീസ് ഉസേ പക്കടോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കള്ളൻ ഓടിപ്പോണം, അവനെ പിടിക്കാൻ ഉസേ പക്കടോ, ഗെറ്റ് ഹിം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവനെ പിടിക്കൂ എന്നാണ്. ഉസേ പക്കടോ, ഗെറ്റ് ഹിം, ഉസേ പക്കടോ. ഇനി ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോകൂ, ഗെറ്റ് ഔട്ട്. കടന്നു പോകൂ, പുറത്തു പോകൂ. ചലേ ജാവോ, ഇവിടെ നിന്നും പോ, ചലേ ജാവോ. എങ്കിൽ ബാഹർ നിക്കലോ, പുറത്തേക്ക് പോ, പുറത്തിറങ്ങ്. ഇങ്ങനെയൊക്കെയാണ് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ചലേ ജാവോ, ബാഹർ നിക്കലോ, രണ്ടും പറയാം. ചലേ ജാവോ, ബാഹർ നിക്കലോ. ഗെറ്റ് ഔട്ട്, ചലേ ജാവോ, ബാഹർ നിക്കലോ, ചലേ ജാവോ, ഇവിടെ നിന്നും പോകൂ. ബാഹർ നിക്കലോ, ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്, നിക്കലോ ഇറങ്ങ്, പുറത്ത് പോകൂ, പുറത്തിറങ്ങൂ. അപ്പം പുറത്തു പോകൂ. ചലേ ജാവോ,
ബാഹർ നിക്കലോ, ഇതിനൊക്കെ എന്താണ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്നുള്ളതിനാണ് ചലേ ജാവോ, ബാഹർ നിക്കലോ, ഇത് രണ്ടും പ്രയോഗിക്കാം. ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. ഉഡ് ജാവോ, ഹിന്ദിയിൽ ഉഡ് ജാവോ എന്ന് പറയും. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ കൊച്ചുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പറയും ഉഡ് ജാവോ, എഴുന്നേൽക്കൂ. ജൽദി ഉഡ് ജാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കൂ. ഉഡ് ജാവോ, എഴുന്നേൽക്കൂ. അപ്പം ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉഡ് ജാവോ, ഉഡ് ജാവോ, എഴുന്നേൽക്കൂ. ഗെറ്റ് അപ്പ്, ഉഡ് ജാവോ, എഴുന്നേൽക്കൂ. ഗെറ്റ് അപ്പ്, ഉഡ് ജാവോ, എഴുന്നേൽക്കൂ. ഗെറ്റ് ഇറ്റ് ഡൗൺ, ഗെറ്റ് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് താഴെ ഇറക്കൂ, ഇത് താഴെ ഇറക്കൂ എന്നാണ്. ഗെറ്റ് ഇറ്റ് ഡൗൺ, താഴേക്ക് ഇത് വയ്ക്കൂ, താഴെ ഇറക്കൂ എന്നൊക്കെ പറയുന്നതാണ് ഗെറ്റ് ഇറ്റ് ഡൗൺ. യഹ് നീച്ചെ ഉത്താരോ, യഹ് ഇത്, നീച്ചെ താഴെ, ഉത്താരോ ഇറക്കൂ. യഹ് നീച്ചെ ഉത്താരോ, ഇത് താഴെ ഇറക്കൂ. യഹ് നീച്ചെ ഉത്താരോ, ഗെറ്റ് ഇറ്റ് ഡൗൺ. യഹ് നീച്ചെ ഉത്താരോ, ഇത് താഴെ ഇറക്കൂ. യഹ് നീച്ചെ ഉത്താരോ. ഗെറ്റ് മീ ദേർ, ഗെറ്റ് മീ ദേർ. മുझे വഹാം ലേ ചലോ, മുझे വഹാം ലേ ചലോ. ഗെറ്റ് മീ ദേർ എന്ന് പറഞ്ഞാൽ എന്നെ അവിടേക്ക് ഒന്നെത്തിക്കൂ, അവിടെ കൊണ്ടുപോകൂ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എന്നെ അവിടെ എത്തിക്കൂ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്നതാണ് ഗെറ്റ് മീ ദേർ, അവിടെ കൊണ്ടുപോകൂ. ഗെറ്റ് മീ ദേർ. മുझे എന്നെ, വഹാം അവിടെ, ലേ ചലോ കൊണ്ടുപോകൂ. മുझे എന്നെ, വഹാം അവിടെ, ലേ ചലോ കൊണ്ടുപോകൂ. അപ്പം എന്നെ അവിടെ എത്തിക്കൂ അല്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോകൂ എന്നുള്ളതിന് ഗെറ്റ് മീ ദേർ. മുझे വഹാം ലേ ചലോ, മുझे വഹാം ലേ ചലോ, മുझे വഹാം ലേ ചലോ, എന്നെ അവിടെ എത്തിക്കൂ. ഗെറ്റ് ഹിം നൗ, ഗെറ്റ് ഹിം നൗ. അവനെ ഇപ്പോൾ കൊണ്ടുവരൂ, ഇപ്പോൾ തന്നെ അവനെ കൊണ്ടുവരണം. ഗെറ്റ് ഹിം നൗ, ഇപ്പോൾ തന്നെ അവനെ കൊണ്ടുവരൂ, കൊണ്ടുവരിക എന്നാണ്. ഉസേ അബ് ലേ ആവോ, ഉസേ അവനെ, അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, നൗ. അബ് ലേ ആവോ കൊണ്ടുവരൂ. ഉസേ അബ് ലേ ആവോ കൊണ്ടുവരൂ, അവനെ ഇപ്പോൾ കൊണ്ടുവരൂ. ഉസേ അബ് ലേ ആവോ, ഉസേ അവനെ, അബ് നൗ ഇപ്പോൾ, കൊണ്ടുവരൂ, ലേ ആവോ, ഉസേ അബ് ലേ ആവോ. ഗെറ്റ് ഹിം നൗ, ഉസേ അബ് ലേ ആവോ, അവനെ ഇപ്പോൾ തന്നെ കൊണ്ടുവരൂ. അപ്പം ഗെറ്റ് വെച്ച് ഉള്ള ഈ സെൻറ്റൻസുകൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. സെൻറ്റൻസുകൾ എപ്പോഴാണോ പറയുന്നത്, എന്താണോ നമ്മൾ പ്രയോഗിക്കുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റൻസുകളുടെ അർത്ഥങ്ങൾ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പം ഗെറ്റ് എന്ന് പറയുന്നതിന് നേടുക, എടുക്കുക, പിടിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. അത് സെൻറ്റൻസിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ. അപ്പം എല്ലാവരും പഠിച്ചോളൂ. ബൈ.